കഴിഞ്ഞ 9 വർഷമായി CPIM സംസ്ഥാനത്തെ ഭരണത്തെ നയിക്കുകയാണ്. അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും വേണ്ട ചില വഴക്കങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ സ്വകാര്യ സർവകലാശാല സജീവമായ ചർച്ചയായി. അതുപോലെ തന്നെ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള പ്രപ്പോസൽ ചർച്ചയായി. അപ്പോൾ മുൻകാലങ്ങളിൽ എതിർത്തിരുന്ന മുതലാളിത്ത വികസന പാത എന്നൊക്കെ വിമർശിച്ചിരുന്ന പല കാര്യങ്ങളെയും സ്വാംശീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ നയപരമായ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചത്. അല്ല, അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പാർട്ടിക്ക്. CPIM മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയമായ നിലപാടുകളും നയങ്ങളും മുദ്രാവാക്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പരിമിതി. അതായത് പാർട്ടി അംഗീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ മുഴുവൻ നടപ്പിലാക്കാൻ ഉതകുന്ന ഒന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന കൃത്യമായ ധാരണ CPIM-നുണ്ട്. അതിപ്പോഴല്ല, 1957 ഉപഭോക്തൃ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയുണ്ട്. അന്ന് EMS ആണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യം വിശകലനം ചെയ്തത്. അല്ല, ഇതിലിപ്പോൾ ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഏറ്റവും മുൻപന്തിയിലെത്തി എന്നുള്ളതാണ്. പ്രതിപക്ഷം അതിനെ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ക്ലെയിം അവിടെ നിൽക്കുന്നു. ഈ പ്രോ ബിസിനസ്സായി CPIM മാറുന്നുണ്ട്. മുമ്പ് മൂലധനത്തിൻ്റെ ഫെസിലിറ്റേറ്റർ ആവുകയല്ല സർക്കാരുകളുടെ ദൗത്യം എന്നായിരുന്നു നിലപാട്. ഇപ്പോൾ പുതിയ കാലത്ത് സ്വകാര്യ മൂലധനത്തിൻ്റെ ഫെസിലിറ്റേറ്റർ ആവണം സർക്കാർ, അങ്ങനെയേ പറ്റൂ എന്നൊരു തിരിച്ചറിവിലേക്ക് വരുന്നതാണ്. ഇല്ല, അങ്ങനെയല്ല സംഭവം. സർക്കാർ ഈ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റാണല്ലോ. ഭരണകൂടം പിണറായിയല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ ഫോർത്ത് എസ്റ്റേറ്റ്, നിങ്ങൾ മാധ്യമം ഉൾപ്പെടെയുള്ള ഈ 4 ഭാഗമുണ്ട്. ഈ 4 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള ലെജിസ്ലേച്ചർ, അസംബ്ലി. ആ അസംബ്ലിയിലെ ഭൂരിപക്ഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഭരണഘടനാപരമായിട്ട് തന്നെയുള്ള വ്യക്തതയുണ്ട്. ആ ഭരണഘടനാപരമായ വ്യക്തത പോലും ഇപ്പോൾ ഫെഡറൽ സംവിധാനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിന് നൽകേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള കൃത്യമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചും ഒക്കെ ഇപ്പോൾ തന്നെ അവരതെല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് സാമ്പത്തിക ഉപരോധം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനത്തിൻ്റെ വരവ്, വിദേശ മൂലധനത്തിൻ്റെ വരവ് തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുന്നു. യൂസർ ഷുഡ് പേ എന്ന പ്രിൻസിപ്പിൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ അമ്യൂണിറ്റീസിൻ്റെ കാര്യത്തിലും വരണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു. ഇതൊക്കെ നവലിബറൽ കാഴ്ചപ്പാടുകളാണെന്നാണ് മുമ്പ് CPIM പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സർക്കാരിന് അതൊക്കെ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമില്ല. സർക്കാരിന് അത് ചെയ്യേണ്ടി വരും. അതിൻ്റെ സംശയമുള്ളത് സർക്കാരായി നിൽക്കുകയാണെങ്കിൽ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയും ഷീട്ട് കൊണ്ടല്ലോ പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ. ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ അതേപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ എന്തിനാണ് നിങ്ങൾക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഒരു കാര്യമില്ലല്ലോ.